ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ടിപ്സ് ടു ബിക്കം എ സക്സസ്ഫുൾ ട്രേഡർ എന്ന ടോപ്പിക്കാണ്. അതായത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ആകണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ടിപ്സുകൾ. ഈ ടിപ്സുകളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ട്രേഡിംഗ് ജേണി കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ സമയം കളയാതെ നമുക്ക് നേരെ സ്ലൈഡ്സിലോട്ടേക്ക് പോകാം. ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. അപ്പം വെൽക്കം ടു മാസ്റ്ററിംഗ് ദ മാർക്കറ്റ്, ടിപ്പ് ടു ബിക്കം എ സക്സസ്ഫുൾ ട്രേഡർ. In this presentation, we will explore the professional traders' approach to trading and making money. അതായത് ഈ ഇൻഡസ്ട്രിയിലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ റീറ്റെയിലേഴ്സ് ആയിട്ടുള്ള ട്രേഡേഴ്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ 90% ട്രേഡേഴ്സ് ലോസ് മേക്ക് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ ഈ സെബിയുടെ ഈ കാര്യങ്ങൾ നമുക്ക് തിരുത്താനും അതുപോലെ തന്നെ വരുന്ന വർഷങ്ങളിൽ കൂടുതൽ മെച്ചപ്പെട്ട റീറ്റെയിലേഴ്സ് ട്രേഡറായിട്ട് മാറാനും നമ്മൾക്ക് സാധിക്കും. ഓക്കെ, വി വിൽ എക്സ്പ്ലോർ ദ പ്രൊഫഷണൽ ട്രേഡേഴ്സ് അപ്രോച്ച് ടു ട്രേഡിംഗ് ആൻഡ് മേക്കിംഗ് മണി. അതാണ് നമ്മൾ ഈ പ്രസൻറ്റേഷനിലൂടെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് മറ്റൊന്നും തന്നെയല്ല, സൈക്കോളജി തന്നെയാണ്. ട്രേഡിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ട്രേഡിംഗ് സൈക്കോളജിയാണ്. അതിനെപ്പറ്റി ഞാനൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്സസ്ഫുൾ ട്രേഡേഴ്സ് അണ്ടർസ്റ്റാൻഡ് മാർക്കറ്റ് സൈക്കോളജി ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ പ്രൈസ് മൂവ്മെൻറ്റ്. അതായത് അവർ ഈ ചാർട്ടിലെ ഈ ക്യാൻഡിൽസ് അല്ലെങ്കിൽ പ്രൈസ് മൂവ്മെൻറ്റ് പെട്ടെന്ന് അപ്വേർഡ് ഡയറക്ഷനിലും അതുപോലെ തന്നെ ഡൗൺവേർഡ് ഡയറക്ഷനിലും പെട്ടെന്ന് മൂവ് ചെയ്യുന്നത് കണ്ടിട്ട് അവർ പെട്ടെന്ന് അവരുടെ വികാരങ്ങളിൽ എന്താ പറയുക അടിയുറച്ചിട്ട് അവർ പെട്ടെന്നൊരു ഡിസിഷൻ എടുക്കില്ല. മറിച്ച് അവരുടെ സ്ട്രാറ്റജീസും പ്ലാനും അവർ മുന്നേ നടത്തിയിട്ടുണ്ടാവും. ഈ ഒരു റീജിയനിൽ അവരെത്തുമ്പോൾ അവിടെ സാവധാനം ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പോലെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർ ഒരു ട്രേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യൂ. അവർക്ക് ഫോമോ, അതായത് ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് എന്ന് പറയുന്ന ഒരു വികാരം ഒട്ടും തന്നെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ട്രേഡർക്കും ശാശ്വതമായിട്ട് ഇതിൽ നിലനിന്ന് പോകാൻ പറ്റില്ല. കാലം കഴിയും തോറും അവർ നഷ്ടങ്ങളുടെ കൂമ്പാരം സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. ഓക്കെ, ലേൺ ടു കൺട്രോൾ ഇമോഷൻസ് ലൈക്ക് ഫിയർ, ഗ്രീഡ് ടു മേക്ക് റാഷണൽ ഡിസിഷൻ. അതായത് ഭയം എന്ന് പറയുന്നത് ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു വില്ലനാണ് ഭയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്രീഡ് എന്ന് പറഞ്ഞാൽ അത്യാർത്തി. ഭയവും അത്യാർത്തിയും അത് വളരെ ഒരു ട്രേഡറിനെ നശിപ്പിക്കുന്നതിൽ പ്രധാന കാരണക്കാരാണ്. ഒരു ട്രേഡിൽ എൻ്റർ ചെയ്തിട്ട് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഒരു പൊസിഷനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്നു, ബിക്കോസ് നമ്മൾ ഇത്ര നഷ്ടം കണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അതുപോലെ തന്നെ നമ്മളുടെ ആ റിസ്ക് റിവാർഡ് ട്വൈസ്, അതായത് 1:2 അല്ലെ 1:3 എത്തിക്കാണ്ട് നമ്മൾ 1:1 പോലും നമ്മളുടെ പ്രോഫിറ്റ് എത്താത്ത ഒരു നിമിഷത്തിൽ പോലും നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു ട്രേഡേഴ്സും എന്താ പറയുക ലോങ് ടേം ആയിട്ട് വെൽത്തോ സക്സസ്സോ അല്ലെങ്കിൽ മണിയോ ഉണ്ടാക്കിയിട്ടുണ്ടാകില്ല. അത് തീർച്ചയാണ്. ഓക്കെ, അപ്പം ഗ്രീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പൊസിഷനിൽ എൻ്റർ ചെയ്തിട്ട് നമ്മളുടെ പ്ലാനിങ് വൈസ് നമുക്കൊരു പ്രോഫിറ്റ് കിട്ടി, ബട്ട് നമുക്ക് വീണ്ടും പ്രോഫിറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് പോലും അവിടെ വെക്കാതെ നമ്മൾ ഈ ഒരു വൈകുന്നേരം വരെയോ മാർക്കറ്റിൽ ഓണായി നിൽക്കും. അപ്പം നമ്മൾ അതിൽ നേരെ നമ്മുടെ കോസ്റ്റിലേക്ക് വരും, പിന്നീട് നമ്മുടെ ലോസിലേക്ക് പോകും, പിന്നെ അത് റിക്കവറായിട്ട് കോസ്റ്റിലേക്ക് വരട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കും. അറ്റ് ലാസ്റ്റ് നമ്മളുടെ ക്യാപിറ്റലിൻ്റെ ഒരു സിഗ്നിഫിക്കൻറ്റ് പോർഷൻ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങും. ഇപ്പം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്പ് എ സോളിഡ് ട്രേഡിംഗ് പ്ലാൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സോളിഡ് ആയിട്ടുള്ളൊരു ട്രേഡിംഗ് പ്ലാൻ ഏതൊരു ട്രേഡേഴ്സ് ആണെങ്കിലും ഉണ്ടാക്കിയിരിക്കണം. എന്നിട്ട് ആ ഒരു പ്ലാന് വെച്ച് മാത്രമേ നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങാവൂ. ആ പ്ലാനിങ്ങിലൂടെ മാത്രമേ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കാവൂ. നമ്മുടെ പ്ലാനിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി ഒരിക്കലും മാറ്റി കളിക്കാൻ പാടില്ല. ഒരു എല്ലാ സ്ട്രാറ്റജിയും മാർക്കറ്റിൽ വർക്കാവും, ബട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കറക്റ്റ് ആയിരിക്കണം, കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. A well-defined trading plan outlines your goal, risk, tolerance and strategies. അതായത് നമ്മളുടെ ലക്ഷ്യം, ഇപ്പോൾ ഒരു വർഷത്തിൽ നമ്മൾ എത്ര ലാഭം ഉണ്ടാക്കണം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. 50% എബോവ് എന്ന് പറയുന്നത് ടോപ്പ് 1% ട്രേഡേഴ്സിന് പോലും ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പിന്നെ വരുന്നത് റിസ്ക് ടോളറൻസ് ആണ്. നമുക്ക് അഫോർഡ് ചെയ്യാൻ, നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റാത്തൊരു തുക നമ്മൾ മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്.
പിന്നെ സ്ട്രാറ്റജി, നല്ലൊരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. സ്റ്റിക്ക് ടു യുവർ പ്ലാൻ ടു അവോയ്ഡ് ഇമ്പൾസീവ് ഡിസിഷൻസ് ആൻഡ് മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി. അതായത് നമ്മളുടെ ഒരു പ്ലാനിങ്ങിൽ മാത്രമേ ട്രേഡ് എടുക്കാവൂ. അല്ലാത്ത പക്ഷം നമ്മളുടെ പ്ലാൻ അല്ലാത്ത നമ്മൾ ഒരു ഓപ്പർച്യൂണിറ്റി കാണുമ്പോൾ നമ്മൾ അവിടെ ചാടി ട്രേഡ് എടുക്കാൻ ശ്രമിക്കും. ആൻഡ് എടുത്തിട്ട് നമ്മൾ ആ പൊസിഷനിൽ നിന്ന് നഷ്ടങ്ങൾ വരുത്തി നമ്മൾ മാർക്കറ്റിൽ നിന്ന് വേഗം തന്നെ ഔട്ടായി പോകും, ക്യാപിറ്റൽ വാഷ് ഔട്ടായിട്ട്. നെക്സ്റ്റ് ആണ് റിസ്ക് മാനേജ്മെൻറ്റ്. എഫക്റ്റീവ് റിസ്ക് മാനേജ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ ഫോർ ലോങ് ടേം സക്സസ്. ദീർഘകാല അടിസ്ഥാനത്തിൽ മാർക്കറ്റിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു റിസ്ക് മാനേജ്മെൻറ്റ് അനിവാര്യമാണ്. പിന്നെ ലിമിറ്റ് യുവർ റിസ്ക് ടു പെർ ട്രേഡ് ടു പ്രിസർവ് ക്യാപിറ്റൽ ആൻഡ് അവോയ്ഡ് സിഗ്നിഫിക്കൻറ്റ് ലോസ്. അതായത് നമ്മുടെ ഓരോ ട്രേഡ് എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള റിസ്ക് എത്രയാണ് ഓരോ ട്രേഡിൽ വേണ്ടതെന്ന് നമ്മൾ പ്രീ ഡിഫൈൻഡ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ക്യാപിറ്റൽ പ്രിസർവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിസർവേഷൻ ഓഫ് അവർ ക്യാപിറ്റൽ. ഇറ്റ്സ് എ പാരാമൗണ്ട്. അതായത് എന്താ പറയുക, പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് നെവർ ലൂസ് യുവർ മണി. അതായത് വാറൻ ബഫറ്റ് പോലും പറഞ്ഞത് റൂൾ നമ്പർ 1 ഈസ് നെവർ ലൂസ് യുവർ മണി. അതുപോലെ തന്നെ റൂൾ നമ്പർ 2 ഈസ് റിമെമ്പർ ദാറ്റ് റൂൾ നമ്പർ 1. അതായത് ഒരു കാരണവശാലും നിങ്ങളുടെ ഹാർഡ് ഏൺഡ് മണി നിങ്ങൾ മാർക്കറ്റിൽ വെറുതെ കൊണ്ടുപോയി കളയാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ ക്യാപിറ്റൽ സൂക്ഷിച്ച് വെക്കുക എന്നത്. കാരണം ഈ ക്യാപിറ്റൽ ഇല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ വീണ്ടും ഇറങ്ങാൻ പറ്റില്ല. കാരണം മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നോ നാളെയോ മാത്രം നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. അത് വർഷങ്ങളോളം, നമ്മളുടെ മരണശേഷം പോലും മാർക്കറ്റ് വളരെ ശക്തമായിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കും. സോ പ്രിസർവേഷൻ ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിനെ പറ്റിയിട്ടൊരു പോസ്റ്റ്മോർട്ടം രീതി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, മാസ്റ്റർ ടെക്നിക്കൽ അനാലിസിസ് ടു ഐഡൻറ്റിഫൈ പൊട്ടൻഷ്യൽ ട്രേഡ് സെറ്റപ്സ് ആൻഡ് മാർക്കറ്റ് ട്രെൻഡ്സ്. അതായത് ഒരു സ്കാൽപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു പൊസിഷണൽ ട്രേഡേഴ്സ്, ഈവൻ ലോങ് ടേം ട്രേഡേഴ്സിന് പോലും നമ്മളിപ്പം ഒരു 200 EMAയിൽ നിന്ന് ഒരു നല്ലൊരു ഡെയിലി ക്യാൻഡിൽ ഫ്രെയിം അതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡ് ചെയ്യാം. ഈവൻ 5 minutes, 15 minutes, 1 hour, 4 hours പോലും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതിന് ക്യാൻഡിൽ സ്റ്റിക്സിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ പ്രൈസ് ആക്ഷൻ സെറ്റപ്പിനെ പറ്റിയിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈസ് ആക്ഷനെ പറ്റിയിട്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, ലേൺ ടു യൂസ് ഇൻഡിക്കേറ്റേഴ്സ്, ചാർട്ട് പാറ്റേൺസ്, സപ്പോർട്ട്സ് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽ ഫോർ ബെറ്റർ ട്രേഡിംഗ് ഡിസിഷൻ. അതായത് സപ്പോർട്ട്സും റെസിസ്റ്റൻസും നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അതുപോലെ തന്നെ ചാർട്ട് പാറ്റേൺസ്, അതുപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സും അറിഞ്ഞിരിക്കണം. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒക്കെ ബേസിക് കോൺസെപ്റ്റ് ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ തന്നെ ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. നെക്സ്റ്റ് വരുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ്. ഇത് മാർക്കറ്റിലെ ഒരു കീ കോൺസെപ്റ്റാണ്. FIIസും DISസും ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താ പറയുക, ഫണ്ടമെൻ്റൽ അനാലിസിസ് വച്ചിട്ടാണ് ഓരോ കമ്പനിയിലും അവർ ഹെവി എമൗണ്ട് ഡിപ്ലോയ് ചെയ്യുന്നത്. ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീനെ അതിൻ്റെ റൂട്ട് ലെവലിൽ വെച്ച് പഠിക്കുന്നതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. അതിൻ്റെ മാനേജ്മെൻറ്റ്, അതിൻ്റെ ക്യാഷ് ഫ്ലോ ജനറേഷൻ, അതിൻ്റെ P&L അക്കൗണ്ട്, അതിൻ്റെ ബാലൻസ് ഷീറ്റ്, കഴിഞ്ഞ പ്രീവിയസ് ഹിസ്റ്ററിയിൽ അത് എത്രത്തോളം പ്രോഫിറ്റ്സ് ഉണ്ടാക്കിയിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ PE റേഷ്യോ, അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ, അതൊക്കെ നോക്കിയിട്ടാണ് ഇവർ ഒരു കമ്പനിയിൽ നിക്ഷേപിക്കുന്നത്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് ഡ്രൈവിംഗ് മാർക്കറ്റ് സച്ച് ആസ് എക്കോണമിക് ഡാറ്റ ആൻഡ് ജിയോ പൊളിറ്റിക്കൽ ഇവൻറ്റ്സ്. ഫണ്ടമെൻ്റൽ അനാലിസിസ് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ഗ്ലോബൽ പൊളിറ്റിക്സ് കൂടി അറിഞ്ഞിരിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ഗ്ലോബൽ എക്കോണമിയുടെ ഒരു മൂവ്മെൻറ്റ് കൂടി അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇനി വാർ ബിറ്റ്വീൻ നാഷൻസ്, ഇപ്പം റഷ്യ ഉക്രൈൻ വാറൊക്കെ നടന്നതുപോലെ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. ഇൻകോർപ്പറേറ്റ് ഫണ്ടമെൻ്റൽ അനാലിസിസ് ഇൻ ടു യുവർ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോർ കോംപ്രിഹെൻസീവ് അപ്രോച്ച്. നിങ്ങളുടെ ട്രേഡിംഗ് സ്ട്രാറ്റജിയിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് കൂടി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമായിട്ടുള്ളൊരു ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇനി കണ്ടിന്യൂസ് ലേണിംഗ്. എത്ര തന്നെ നിങ്ങൾ പഠിച്ചെന്ന് പറഞ്ഞാലും ഈ സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റ് മേഖല എന്ന് പറയുന്നത് എല്ലാ ദിനവും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമാണ്. കാരണം ഇന്ന് നടന്ന പോലെ ആയിരിക്കില്ല നാളെ മാർക്കറ്റ് ഉണ്ടാവുക, കഴിഞ്ഞ മാസത്തെ പോലെ ആയിരിക്കില്ല നാളത്തെ നെക്സ്റ്റ് മന്ത് ഉണ്ടാവുക, കഴിഞ്ഞ വർഷം പോലെ ആയിരിക്കില്ല നെക്സ്റ്റ് ഇയർ ഉണ്ടാവുക. സോ കോൺസ്റ്റൻറ്റ് ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പെർസിസ്റ്റൻസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നിരന്തരമായി നിങ്ങൾ ഇതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. മാർക്കറ്റിലെ ചാർട്ട് നിങ്ങൾ എത്രത്തോളം വായിക്കുന്നു അത്രത്തോളം മാർക്കറ്റിൽ നിങ്ങൾ സുപരിചിതമാകും, അത്രത്തോളം നിങ്ങളെ സൈക്കോളജി ബിൽഡാകും. സോ സ്റ്റേ അപ്ഡേറ്റഡ് വിത്ത് മാർക്കറ്റ് ന്യൂസ്, ട്രെൻഡ്സ് ആൻഡ് ട്രേഡിംഗ് സ്ട്രാറ്റജീസ്. അതുപോലെ തന്നെ നിങ്ങൾ മണി കൺട്രോൾ പോലുള്ള സൈറ്റ്സിലൊക്കെ ഡെയിലി ആർട്ടിക്കിൾസൊക്കെ വരും. സോ അതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കണ്ടിന്യൂസ് ലേണിംഗ് ആൻഡ് അഡാപ്റ്റേഷൻസ് ആർ എസെൻഷ്യൽ ഫോർ സ്റ്റേയിങ് അഹെഡ് ഇൻ ദ ഡൈനാമിക് വേൾഡ് ഓഫ് ട്രേഡിംഗ്. ന്യൂസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഫർമേഷൻ ഈസ് വെൽത്ത്. സോ അതൊക്കെ അറിഞ്ഞിരിക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോൺസെപ്റ്റാണ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. ക്ഷമയും അച്ചടക്കവും. ഏതൊരു മേഖലയിൽ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ ആ മേഖലയിൽ വിജയിക്കാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഇൻ ട്രേഡിംഗ് ഇറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് ഈ ഒരു മേഖലയിൽ ഇത് രണ്ടുമില്ല എങ്കിൽ നിങ്ങൾ ഒരിക്കലും വിജയിക്കില്ല. സക്സസ്ഫുൾ ട്രേഡിംഗ് റിക്വയർസ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. ക്ഷമയും അച്ചടക്കവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മേഖലയിൽ. അവോയ്ഡ് ചേസിങ് ട്രേഡ് ആൻഡ് സ്റ്റിക്ക് ടു യുവർ ട്രേഡിംഗ് പ്ലാൻ ഈവൻ ഡ്യൂറിങ് വോളറ്റൈൽ മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് മാർക്കറ്റിൽ വിക്സ് കൂടി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ വൊളാറ്റിലിറ്റി വെരി ഹൈ ആയി നിൽക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായ പേഷ്യൻസോ അല്ലെങ്കിൽ അച്ചടക്കമോ ഇല്ല എങ്കിൽ നിങ്ങൾ മോർ നമ്പർ ഓഫ് ട്രേഡ്സ് എടുത്തിട്ട് നിങ്ങൾ മോർ ലോസസ് വരുത്തി വെക്കാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. നെക്സ്റ്റ് വരുന്നതാണ് റിവ്യൂയിങ് ട്രേഡിംഗ് പെർഫോമൻസ്. നിങ്ങൾ ചെയ്ത അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രാറ്റജിയിലെ പെർഫോമൻസ്, നിങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ്സ് അല്ലെങ്കിൽ ലോസ് ഓരോ മന്തിലോ അല്ലെങ്കിൽ വീക്കിലോ നിങ്ങൾ അനാലിസിസ് ചെയ്യണം. ഇവിടെ എന്തെങ്കിലും മാറ്റം വരുത്തണോ വേണ്ടിയോ എന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ നഷ്ടം വരുത്തുന്ന സമയത്ത് നമ്മൾ മുന്നേ ഉണ്ടാക്കിയ പ്രോഫിറ്റ്സ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ്സ് ഒറ്റയടിക്ക് കളയുന്നുണ്ടോ എന്നൊക്കെ ശക്തമായി നിങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഇഫ് അങ്ങനെ കളയുകയാണെങ്കിൽ അതിൽ മാറ്റം വരുത്തിയിട്ട് നല്ല രീതിക്ക് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ മാർക്കറ്റിൽ പ്രൊലോങ്ഡ് ആയിട്ട് സ്റ്റേ ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. റെഗുലർലി റിവ്യൂ യുവർ ട്രേഡിംഗ് പെർഫോമൻസ് ടു ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്, ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്ക് ആൻഡ് റിഫൈൻ യുവർ ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോർ ഇംപ്രൂവ്മെൻറ്റ്. ഇനി കൺക്ലൂഷനാണ്. ബിക്കമിങ് എ സക്സസ്ഫുൾ ട്രേഡർ ഈസ് അച്ചീവബിൾ വിത്ത് ദ റൈറ്റ് മൈൻഡ് സെറ്റ്, നോളജ് ആൻഡ് സ്കിൽസ്. കൃത്യമായിട്ടുള്ളൊരു മാനസികാവസ്ഥ, കൃത്യമായിട്ടുള്ള അറിവ്, കൃത്യമായിട്ടുള്ള സ്കിൽ, ഇത് മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രേഡർ ഉണ്ടായി വരാൻ വേണ്ടിയിട്ട്. ഇംപ്ലിമെൻറ്റ് ദീസ് ടിപ്സ് ഇൻ യുവർ ട്രേഡിംഗ് ജേർണി ആൻഡ് വർക്ക് ടുവാർഡ്സ് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റബിലിറ്റി. ഞാൻ ഈ പറഞ്ഞ ടിപ്സ് ആൻഡ് ട്രിക്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് മാർക്കറ്റിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.